ഇടുക്കി വണ്ടിപ്പെരിയാറിനു സമീപം പെരിയാർ വന്യജീവി സങ്കേതത്തിനും ശബരിമല വനമേഖലയ്ക്കുമിടയിൽ കൊടുംകാടിനുള്ളിൽ താമസിക്കുന്ന 7ഓളം മലമ്പണ്ടാരങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. പൊതുസമൂഹവുമായി അധികം ഇടപഴകാത്തവരാണ് ഈ ആദിവാസി വിഭാഗം. എന്നാൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥിതി ഏറെ മെച്ചപ്പെട്ടു. വനത്തിൽ നിന്ന് വനത്തിലേക്ക് മാത്രം മാറി മാറി താമസിക്കുന്ന ഇവർ മുൻപ് മരപ്പൊത്തുകളിലാണ് കഴിഞ്ഞിരുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് ഇവരെ സത്രത്തിലെ വനത്തിലെത്തിച്ച് താമസത്തിനായി ചെറിയ താൽക്കാലിക ഷെഡുകൾ നൽകി. വീടു നൽകാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. തെള്ളി, തേൻ, കുന്തിരിക്കം തുടങ്ങിയ വനവിഭവങ്ങൾ ശേഖരിച്ചായിരുന്നു ജീവിതം. എന്നാൽ കഴിഞ്ഞ 4 മാസമായി വനവിഭവങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പട്ടിണിയോട് പടപൊരുതുകയാണിവർ. ധരിക്കാൻ വസ്ത്രമോ പുതക്കാൻ കമ്പിളിയോ ഇവർക്കില്ല. ഇതുമൂലം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ രോഗങ്ങളുടെ പിടിയിലാണ്. ഞങ്ങൾ ഈ കാട്ടിൽ പോയി എന്നാ ഉണ്ടാക്കാൻ? മാറ്റി വെള്ളവും മഴയും കുടിവെള്ളം തരാമെന്നും പറഞ്ഞിട്ടും തന്നില്ല. വന്യമൃഗശല്യം രൂക്ഷമായ ഈ കൊടുംവനത്തിൽ അവരുടെ താമസ സ്ഥലത്തിന് ചുറ്റും ട്രഞ്ച് നിർമ്മിച്ചു നൽകാം എന്ന വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്ന് പറയുന്ന സർക്കാർ മലമ്പണ്ടാരങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണെന്ന് ഇവർ പറയുന്നു. കൊടിയ ദുരിതങ്ങൾക്ക് നടുവിലാണ് ഈ മലമ്പണ്ടാര കുടുംബങ്ങൾ. അധികൃതർ കനിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ നിമിഷവും ജീവിതം തള്ളി നിൽക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ സിജു വാഗമണ്ണൊപ്പം ബിജു തറയിൽ, മീഡിയ 1.